ഇത് കിണർ ശുദ്ധിയാക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ്. അതായത് കുടിവെള്ളം തീർത്ഥം പോലെ ആക്കാനുള്ള പ്രൊഡക്റ്റ് ആണ് ഇത്. ഇത് ആരാണ് സാറേ ഇങ്ങനെ ഒരു ബുദ്ധി? സാറേ എന്താണ് പരിപാടി കിണറ്റിന്റെ ഏരിയയില്? ഇത് കിണർ ശുദ്ധിയാക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ്. കിണർ ക്ലീൻ ആക്കാൻ പോകുക. ഇത് എന്താണ് നമ്മുടെ പാക്കറ്റിനകത്ത് എന്താണ്? ഇത് കക്കാപ്പൊടിയാണ്, പ്രത്യേക പൊടിയാണ്. കടലിലെ കക്ക പൊടിച്ച് എടുത്തതാണിത്. ഇത് നമ്മൾ കിണറ്റിലിടും. കിണറ്റിലിട്ടാൽ കിണറിന്റെ അസിഡിറ്റി മാറും, pH കറക്റ്റ് ചെയ്യും, കണ്ണീര് പോലെ തെളിഞ്ഞിട്ട് കഴിഞ്ഞു. അപ്പൊ കലങ്ങിയ കിണറിനകത്തൊക്കെ നമ്മൾ ഇതിട്ട് കൊടുത്താൽ മതി. അപ്പൊ വെറുതെ ഇതിട്ട് കൊടുത്താൽ മതി. വെറുതെ ഇതിട്ടാൽ മതി. അപ്പൊ നമ്മളത് ഇങ്ങനെ കെട്ടി തൂക്കുകയാണ് ഇപ്പൊ ചെയ്യാം. കിടക്കാതെ 2 പാക്കറ്റ് ഉണ്ടല്ലോ സാറേ, 2 ഇടണോ? വേണ്ട. ഈ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ടാങ്കുകളുള്ള വീടില്ലേ, ടാങ്കുകൾ, ആ ടാങ്കുകളിലേക്ക് വീട്ടിലേക്കുള്ളതാണ്. ഇത് 1 കിലോ പാക്കറ്റ്. കിണറിലേക്ക് നമ്മൾ 5 കിലോ പാക്കറ്റ് ഇട്ടു. അപ്പൊ ഇത് നമ്മൾ കെട്ടി താത്തി കൊടുക്കുമ്പോഴത്തേക്കും ഇത് എന്ത് സാധനം ശരിക്കും? ഇത് കക്കാപ്പൊടി, കക്ക നീറ്റാതെ പൊടിച്ചതാണ്. സാധാരണ ഈ കിണറിനെല്ലാം ഉപയോഗിക്കുന്നത് വേറെ കുമ്മായൊക്കെ അല്ലേ, അത് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ ദോഷം ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ കോളിഫോം ബാക്ടീരിയ പോലും മാറിക്കിട്ടും. അപ്പൊ നമ്മുടെ എല്ലാ കിണറ്റിലും പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് കെട്ടിയാൽ കിട്ടും. ഇത് ഇട്ടാ മതി. അപ്പൊ ഇത് അലുക്കുവോ സാറേ വെള്ളത്തില്? ഇത് പതുക്കെ അലുത്ത് കയറുന്നു. കയറും. അപ്പൊ ഇതൊരു പാക്കറ്റ് ഇട്ടാ പുളിപ്പനുസരിച്ച് കുറെ കാലത്തേക്ക് കാണും. അപ്പൊ ഈ വെള്ളം ഇപ്പൊ നമുക്കറിയാലോ, ചില മിക്കവാറും കിണറ്റിലെ വെള്ളത്തിനൊക്കെ പുളിപ്പും അതൊക്കെ ആയിരിക്കും. അതെ. അപ്പൊ ഈ പുളിപ്പുള്ള വെള്ളം ഇത് ഇട്ടാൽ നമുക്ക് ശരിയായി കിട്ടും. ഉറപ്പായിട്ടും. അപ്പൊ ഈ ചില സ്ഥലത്ത് കുട്ടനാട്ടിലൊക്കെ മൊത്തം കലങ്ങി അങ്ങനെയൊക്കെ കിടക്കും. ഏത് വെള്ളവും തെളിയിച്ചെടുക്കാൻ ഈ സാധനം മതി. എല്ലാവർക്കും ഇട്ട് പരിശോധിക്കാവുന്ന കാര്യമുള്ളൂ. ഇതിപ്പോ മൊത്തം നാച്ചുറൽ, യാതൊരു ദോഷവും ഇല്ല. അത് മാത്രമല്ല, കടലിലേതായത് കൊണ്ട് കടലിലെ എല്ലാ ട്രേസ് എലമെന്റും കൂടി കിട്ടും. ഈ വെള്ളത്തിന്റെ pH ശരിയായി നമുക്ക് എന്താ സാറേ ശരിക്കും പ്രയോജനം? pH റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 70% വെള്ളമാണ്. നമ്മുടെ രോഗത്തിന്റെ 98% രോഗത്തിന്റെയും കാരണം അസിഡിറ്റിയാണ്. അപ്പൊ കുടിവെള്ളം പിന്നെ pH കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗത്തിന്റെ നല്ലൊരു ശതമാനം മാറും. നമ്മളിപ്പോ പൈപ്പിലൂടെ കിട്ടുന്ന വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റില്ല. അതിനകത്ത് കീടനാശിനി മാറ്റിയിട്ടൊന്നുമില്ല. ഒരിക്കലും കീടനാശിനി മാറ്റാനും ആവില്ല. അതേസമയം സ്വന്തം കിണറുകളെ തന്നെ ഉപയോഗിക്കണം എല്ലാവരും. കാരണം സ്വന്തം കുടിവെള്ളം, ആ കിണറ്റിലെ കുടിവെള്ളം ശുദ്ധിയാക്കാനുള്ള വഴി ഇപ്പൊ ആയിക്കഴിഞ്ഞു. പൈപ്പ് വെള്ളം കിട്ടാതിരിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ വെള്ളം ശുദ്ധമാക്കി കണ്ണീര് പോലെ തീർത്ഥം പോലെ ആക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് തീർത്ഥം. അതായത് കുടിവെള്ളം തീർത്ഥം പോലെ ആക്കാനുള്ള പ്രൊഡക്റ്റ് ആണിത്. ഇത് ആരാണ് സാറേ ഇങ്ങനെ ഒരു ബുദ്ധി ചെയ്തത്? അത് ഞാൻ തന്നെ ചെയ്തതല്ലേ. ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമാണ്. ഇവരെല്ലാവരും എൻ്റെ സ്റ്റുഡൻസ് ആണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിച്ചു. അതിൻ്റെ അനന്തര ഫലമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫയൽ പ്രൊഡക്റ്റാണ്. ഇതൊരു സൂപ്പർ പ്രൊഡക്റ്റ് ആകാൻ പോവുകയാണ്. ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും ചിലപ്പോൾ ഇതൊരു മാർക്കറ്റിങ്ങിന് സാധ്യത. അപ്പൊ MG യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിങ് സാറിന്റെ കീഴിൽ പഠിച്ചിറങ്ങിയ ആളുകള് അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്ത് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ് തീർത്ഥ. അപ്പൊ സാറ് പറഞ്ഞ പോലെ കുടിവെള്ളത്തിനെ തീർത്ഥം പോലെ ശുദ്ധമാക്കാനുള്ള ഒരു സാധനമാണ് തീർത്ഥ. അപ്പൊ ഇത് കക്കാപ്പൊടി. അപ്പൊ അത് പ്രത്യേകം കടലിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന കക്ക വാഷ് ചെയ്ത്, അത് നല്ല ജെറ്റ് വാഷ് ഒക്കെ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കിയിട്ട് നല്ല പാക്കറ്റിൽ നമുക്ക് ഇത് കിണറ്റിലേക്കുള്ളതാണ് 5 കിലോ. അപ്പൊ ഇത് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതി കെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ അലിഞ്ഞു ചേർന്ന് കിണറ്റിലുള്ള മുഴുവൻ മാലിന്യവും മാറും. pHും ശുദ്ധിയാകും. നമുക്കറിയാം 1 ലിറ്റർ pH ഉള്ള വെള്ളത്തിന്, ഇപ്പൊ pH 7 ഉള്ള വെള്ളത്തിന് 90 രൂപയൊക്കെയാണ് കടയിൽ പോയി മേടിച്ചാൽ. ഇപ്പൊ കിണർ വെള്ളം മുഴുവൻ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 5 കിലോ ഇട്ട് കൊടുത്താൽ മീനും എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇത് ഇട്ടപ്പോ തന്നെ നമുക്ക് വെള്ളം കുടിക്കുകയും ചെയ്യാം. അപ്പൊ ഇത് 5 കിലോ കിണറിന്. ഇനിയിപ്പോ നമ്മൾ വാട്ടർ ടാങ്ക് ഒക്കെ ആണെങ്കിൽ ഇതാ ഭയങ്കര ക്യൂട്ട്. 1 കിലോ ഇതൊരു വള്ളി കെട്ടിയിട്ട് വാട്ടർ ടാങ്ക് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇടുക. അപ്പൊ ഇടയ്ക്ക് ഒരു 2-3 മാസം കഴിയുമ്പോൾ എടുത്തു നോക്കാം. അതിങ്ങനെ അലുത്തലുത്ത് കുറെ നമുക്ക് കാണാം അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് കെട്ടി താഴ്ത്തി നോക്കിയാലോ? അപ്പൊ അതാ കിണറ്റിനകത്തേക്ക് നമ്മൾ അങ്ങനെ ഇറക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ വെള്ളം അത്യാവശ്യം കറുത്ത് ഇരിക്കുകയാണല്ലേ സാറേ? കറുത്ത് കിടക്ക. അപ്പൊ ഇത് നമ്മള് അങ്ങനെ മുങ്ങിക്കിടന്നാ മതി അല്ലേ? മുങ്ങിക്കിടന്നാ മതി. കാരണം ഇപ്പൊ വെള്ളം എടുത്തിട്ടാണ് താമര കിടക്കുക. ഇനി വെള്ളം പൊങ്ങി വരും. അപ്പൊ റിങ് നോക്കിയാൽ അറിയാം, കുറച്ച് പൊക്കത്തിലാണ് വെള്ളം. അപ്പൊ ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ കെട്ടിയിടുക. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് മുഴുവൻ തെളിഞ്ഞ് നല്ല തെളിനീര്, തീർത്ഥം തണ്ണീര് പോലത്തെ തെളിഞ്ഞ വെള്ളമായിട്ട് കിട്ടും. അപ്പൊ ഇതിപ്പോ കിണറിന്റെ കരയിൽ നമുക്ക് കെട്ടിവെക്കാം.
കക്ക കെട്ടിയിട്ട് ഒരു 2-3 മാസം കഴിയുമ്പോൾ ഒന്ന് എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും നമുക്ക് വേറെ റീഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പൊ ദയാൽ സാറിന് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും അല്ലേ? കാരണം നമ്മുടെ കൃഷി മേഖലയിൽ കുമ്മായി വിട്ട ആളുകൾ കൃഷി ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നപ്പോ കക്കാപ്പൊടി നീറ്റാതെ പച്ചയ്ക്ക് കക്കാപ്പൊടിയാണ് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് കേരളം മുഴുവൻ പഠിപ്പിച്ചു. ഇപ്പൊ കേരളത്തിൽ മുഴുവൻ പച്ച കക്കാപ്പൊടി അവൈലബിൾ ആണ്. കൃഷി വകുപ്പ് ഉൾപ്പെടെ അത് ദോഷമില്ല എന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ നമ്മുടെ കൃഷി മേഖലയ്ക്ക് പച്ചക്കക്ക എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഡക്റ്റിനെ സമ്മാനിച്ചതിന് ശേഷം സാർ ഒരു 10-30 വെള്ളം ശരിയാക്കാൻ പോവാണ്. അതായത് നമ്മുടെ കുടിവെള്ളത്തിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് കക്കയിൽ നിന്ന് ഒരു ഗംഭീര പ്രൊഡക്റ്റ്, അത് അണുവിമുക്തമൊക്കെ ചെയ്ത് ഒരു അടിപൊളി സാധനം നമ്മളിലേക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ശരിക്കും ഈ pH കറക്റ്റ് ആയാൽ തന്നെ നമ്മുടെ ആരോഗ്യം ഉൾപ്പെടെ ശരിയാവും അല്ലേ? ശരിയാകും. അത് തന്നെയല്ലേ നമ്മളിപ്പോ നനയ്ക്കുന്ന കുളങ്ങളുണ്ടെങ്കിൽ കുളത്തിലിടാം. ശരി. നനയ്ക്കുന്ന വെള്ളവും കൂടി pH ആയി കിട്ടും. മനസ്സിലായി. അപ്പൊ നമ്മുടെ കൃഷി നനയ്ക്കുന്ന കുളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ pH ശരിയാകും. pH കറക്റ്റ് ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൃഷി ചെടികളെല്ലാം വളർന്ന് അടിപൊളിയാകും. അപ്പൊ നമുക്ക് ഇവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇവിടെ നിറച്ച് ചെടികളും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇത് ശരിയാവുന്നതോടുകൂടി നമ്മുടെ ആരോഗ്യ മേഖലയും കൂടെ ശരിയാകാൻ പോവാണ്. ഇനിയിപ്പോ സാർ ഇത് തന്നെ നമ്മുടെ കുട്ടനാട്ടിലൊക്കെ ഒരുപാട് കുളങ്ങളിൽ ട്രയൽ പ്ലോട്ടും ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിന്റെ വീഡിയോ നമുക്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പൊ ഇത് ശരിക്കും ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കെമിക്കലും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വെള്ളം, കിണറ്റിലെ വെള്ളമൊക്കെ ശുദ്ധമായിട്ട് വൃത്തിയായിട്ട് നല്ല തീർത്ഥം പോലെ ആക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സമ്മാനിച്ചതിൽ ഒരുപാട് സന്തോഷം.